എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ പച്ചരിയാണ് വെള്ളത്തിലിട്ടിരുന്നത്, അതായത് 1.5 ഗ്ലാസ് പച്ചരി. അപ്പോൾ നല്ലതുപോലെ കുതിർന്നതിന് ശേഷം വെള്ളം വാലാൻ വേണ്ടി ഒരു ജാളിയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വാർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പത്തിൻ്റെ പൊടിയുടെ കൂട്ടല്ല പൊടിക്കേണ്ടത്, പുട്ടിൻ്റെ പൊടിയുടെ കണക്കിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് പൊടിച്ചെടുക്കാം. കഴുകി വാരി ജാലിയിൽ വെച്ചിരുന്ന അരി ഞാൻ പെട്ടെന്നൊരു ടവലിലോട്ട് മാറ്റി കൊടുത്ത് ഇപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വേഗം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മിക്സിയിൽ കുറേശ്ശെ പൊടിക്കാൻ പരുവത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഉണ്ണിയപ്പത്തിന് പ്രധാനമായിട്ട് വേണ്ടത് പാളയംകുടം പഴമാണ്. അതിന് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരിക്ക് 2 പഴം. അപ്പോൾ ഇത് പൊളിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഉണ്ണിയപ്പത്തിന് വേണ്ടി കുറച്ച് ഉണങ്ങിയ തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളമില്ലാത്ത തേങ്ങയായിരുന്നു. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചത് നമുക്കിനി കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഒരുങ്ങിക്കോട്ടെ. അപ്പോൾ ഈ നെയ്ക്കകത്ത് വേണം ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വറുത്ത് ഉണ്ണിയപ്പത്തിനകത്ത് കൂടുതലിടുന്നത്. ഞാൻ എപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും തേങ്ങ കുറച്ച് കൂടുതലിടും. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലാക്കാം, കുറവും ആക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൻ തണുക്കുന്ന വരെ ഒരു മൂപ്പോടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിപ്പൊടി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് അരിക്ക് 300 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കി അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സൂടെ ചേർത്ത് നമുക്ക് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമുക്ക് ശർക്കര പാനി ആദ്യം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ പഴം അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ദോശമാവിന് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുത്തിട്ട് മാറ്റി വെച്ച് 4-5 മണിക്കൂർ കഴിഞ്ഞേ ഇത് ഉണ്ടാക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല പരുവത്തിന് മാവെല്ലാം കുതിർന്ന് നല്ലതായിട്ടിരിക്കും. അപ്പം ഞാൻ ഇത് മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്കൊരു 6-7 ഏലക്കായുടെ കുരു ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ ഫ്ലേവർ നല്ലതുപോലെ വേണം, ഇല്ലെങ്കിൽ ഇതിനൊരു മണവും ഗുണവും ഉണ്ടാകത്തില്ല. അപ്പം പാളയംകുടം പഴവും ഏലക്കായും ഒക്കെ ഇതിന് മെയിനായിട്ട് വേണം. എങ്കിലേ ഉണ്ണിയപ്പത്തിന് അതിൻ്റേതായ രുചിയും മണവും ഗുണവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എള്ളു കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മാവ് കുതിരുന്ന അനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് കൂടും. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നെയ്യോടുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനി ഇത് അടച്ചു മാറ്റി വെക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു മാറ്റി വെക്കാം. ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പക്കാരയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കലക്കി വെച്ചിട്ട് 4 മണിക്കൂറായി. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണ്ണിയപ്പക്കാരെ അടപ്പേ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലതുപോലെ ചൂടാവുന്നുണ്ട്. ഒരുപാട് തിളച്ച ആവി വരരുത്,
ഒരു നല്ല ചൂടാകുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും നിറയെ ഒഴിക്കരുത്, ഒരു അര ഭാഗം വീതമേ ഒഴിക്കാവൂ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത്ര വീതേ ആകാവുള്ളൂ. നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ തുമ്പിക്കൈ മാതിരി വരും. ഞാൻ ഇതിനകത്ത് സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മാവ് നല്ലതുപോലെ കുതിർന്നാൽ ഇങ്ങനെ നമുക്ക് നല്ല സെറ്റായി കിട്ടും. അപ്പോൾ ഓരോ കുഴിയിലും ഇങ്ങനെ അര ഭാഗം വീതേ ഒഴിക്കാവുള്ളൂ. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതലും ഇത് താനെ തന്നെ തിരിഞ്ഞ് വീണോളും. അപ്പോൾ ഇതെല്ലാം ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മുരിഞ്ഞതിന് ശേഷം കോരിയെടുക്കാം. ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല തനി നാടൻ ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി കഴിക്കണം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാൻ വയ്യാത്തവരോട് ഞാൻ പറയുവാണ്, ഇത് നോക്കി ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. തനി നാടൻ ഉണ്ണിയപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കും. അത്ര രുചികരമായിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം.